സർ, രാഹുൽ ഗാന്ധിക്ക് വധഭീഷണിയുണ്ടോ? തക്കാളിപ്പെട്ടിക്ക് പൂട്ട് വേണോ എന്നൊക്കെ ചോദിക്കുന്ന പോലെയാണ്. രാഹുൽ ഗാന്ധിക്ക് വധഭീഷണി ഉണ്ടായാൽ രാഹുലിനെ സംരക്ഷിക്കാൻ നരേന്ദ്രമോദി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങും. അമിത്ഷാ കൂടെ ഉണ്ടാവും, രാജ്നാഥ് സിംഗ് ഉണ്ടാവും. വേണ്ടുന്നൊക്കെ ബി ജെ പിയുടെ എല്ലാ മുഖ്യമന്ത്രിമാരും വന്ന് രാഹുൽ ഗാന്ധിക്ക് ചുറ്റും തുടര പാർക്കലാന്ന് പറയും. കാരണം ഈ മനുഷ്യൻ ജീവിച്ചിരിക്കേണ്ടത് ഏറ്റവും വലിയ ആവശ്യം ആർക്കാണ്? ബി ജെ പിയുടെ ആവശ്യമാണ്, ബി ജെ പിയുടെ ഐശ്വര്യം എന്ന് വേണം പറയാം. കാരണം ഓരോ ദിവസവും ഇദ്ദേഹം കാണിക്കുന്ന പേക്കുത്തുകൾ, ഈ ഒരു ആസ്ഥാന വിദൂഷകൻ എന്നൊക്കെ പറയുന്ന പോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സഭയിൽ, ലോകസഭയിലെ അല്ലെങ്കിൽ പാർലമെൻറ്റിലെ ആസ്ഥാന വിദൂഷകൻ്റെ വേഷം ഭംഗിയായി കെട്ടിയാടിക്കൊണ്ടിരിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി. പക്ഷേ അദ്ദേഹം ഈ കെട്ടിയാടുമ്പോൾ പലർക്കും മുറിവേൽക്കുന്നുണ്ട്. അങ്ങനെ രാജസ്ഥാനിൽ നിന്ന് കോട്ട ബണ്ടി മണ്ഡലത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് ജയിച്ചു വന്ന ആളാണ് നമ്മുടെ ലോക്സഭയുടെ സ്പീക്കറായ ഓം ബിർള. ഓം ബിർളയെ വല്ലാതെ അപമാനിക്കുക, അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്ന് പേപ്പർ വലിച്ചിറങ്ങുക, അദ്ദേഹത്തിൻ്റെ മുറിയിൽ ചെന്നിട്ട് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെയാണ് പ്രതിപക്ഷത്തെ എം പിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം പ്രിയങ്കയും ചില എം പിമാരും കൂടെ ചേർന്ന് ചെയ്ത ഒരു ഓപ്പറേഷൻ പാളിപ്പോയി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാർലമെൻറ്റിൽ വെച്ച് അടിക്കണം, എന്നിട്ട് അതിന് ലോകശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് തുണി വലിച്ചു കീറണം. അത് പറയുന്നത് ചില വനിതാ എം പിമാർ തുണി വലിച്ചു കീറിയിട്ട് ബ്ലാങ്കറ്റും പുതച്ചുകൊണ്ടാണ് വന്നത്. മോദിയെ അടിക്കുക, കൂട്ടക്കുഴപ്പമാണ് ഉടനെ തുണി കാണിച്ചിട്ട് പുറത്തിറങ്ങി. അവർക്ക് നല്ല ശീലമുള്ള കാര്യമാണ് ഈ ഇത് മാറ്റിയുള്ള ശീലമുള്ള. അല്ലെങ്കിൽ പിന്നെ പാർലമെൻറ്റ് പോലെ ഒരു സ്ഥലത്ത് ക്യാമറകൾ നോക്കിയിരിക്കുമ്പോൾ ലോകം മുഴുവൻ കാണുമ്പോൾ നഗ്നയാകാൻ തയ്യാറാകുന്ന ഒരു എം പിയുടെ വിശുദ്ധി എത്രമാത്രം, വനിതാ എം പിയുടെ വിശുദ്ധി എത്രയായിരിക്കണം എന്ന് ആലോചിക്കണം. അതിന് വരെ തയ്യാറായി. അതെങ്ങനെ ചുറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ഈ പ്ലാൻ രാഹുൽ ഗാന്ധിയുടെ അനുവാദത്തോടെ, പ്രിയങ്കയുടെ അനുവാദത്തോടെ ഓപ്പറേറ്റ് ചെയ്തിട്ട് അവർ കാതോട് കാതോരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശിവസേന എം പിയുടെ കാതിൽ പറഞ്ഞു. അവരോർത്ത് അത് ഉദ്ധവ് വിഭാഗത്തിൽപ്പെട്ട ശിവസേന എം പി ആണെന്നാണ് കരുതിയത്. പക്ഷേ അവർ ഷിൻഡെ വിഭാഗത്തിൻ്റെ ഒറിജിനൽ ശിവസേന അവരുടനെ സ്പീക്കറെ അറിയിച്ചു. അങ്ങനെയാണ് പ്രധാനമന്ത്രി എന്ന് പാർലമെൻറ്റിലേക്ക് വരണ്ട എന്നുള്ള തീരുമാനമെടുത്തത്. എങ്കിൽ ലോകത്തിന് മുന്നിൽ എത്ര അപഹാസ്യമായ നടപടിയായിട്ട് മാറുമായിരുന്നു. നോക്കൂ, അതിന് എന്തും തയ്യാറാവും എന്നതിൻ്റെ ഒരു ഉദാഹരണമല്ലേ 25ഓളം രാജ്യത്തെ പ്രതിനിധികൾ വന്നിരിക്കുന്ന, രാജ്യത്തലവന്മാർ വന്നിരിക്കുന്ന 100-ലേറെ രാജ്യങ്ങളുടെ പങ്കാളിത്തമുള്ള AI സബ്മിറ്റിൽ കോൺഗ്രസ്സുകാരെ തുണി കഴിക്കാൻ പറഞ്ഞു വിട്ടു. എന്തും ചെയ്യുന്ന തരത്തിലേക്ക് രാഹുൽ ഗാന്ധി മാറിയിരിക്കുക. അപ്പോൾ സ്പീക്കർ അതുകൊണ്ട് പ്രധാനമന്ത്രി രാഷ്ട്രപതിയുടെ മറുപടി പ്രസംഗത്തിന്, നന്ദിപ്രമേയത്തിന് മറുപടി പറയാൻ വരണ്ട എന്ന് തീരുമാനിച്ചിട്ട് ഒരു സീൻ ഒഴിവാക്കി. ഇതിൻ്റെ കലിപ്പ് തീർക്കാൻ ബിർളയുടെ മുറിയിൽ ചെന്നിട്ട്, ഓം ബിർളയുടെ മുറിയിൽ ചെന്നിട്ട് വല്ലാത്ത ചീത്ത പറഞ്ഞപ്പോൾ രാജസ്ഥാനിലെ കുറേ ആളുകൾക്ക് നൊന്തു. അപ്പോൾ ഒരാൾ വന്നിട്ട് ഒരു പോസ്റ്റ് ഇട്ടു, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഓം ബിർളയെ അപമാനിച്ചവനാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വിദ്വാൻ. ഇയാളും 25 എം പിമാരും പ്രശ്നമുണ്ടാക്കി, അതുകൊണ്ട് 25 എം പിമാരുടെയും വീട്ടിൽ കയറി ഞാൻ വെടിവെച്ച് കൊല്ലും എന്ന് ഒരുത്തൻ പോസ്റ്റ് ഇട്ട് പറഞ്ഞു. ഞാൻ ആരാണെന്നറിയോ? ഞാനാണ് കർണി സേന. എന്താണ് ഈ കർണി പറയാം എന്ന് പറഞ്ഞു. ആ പറഞ്ഞ ആളെ, പോസ്റ്റ് ഇട്ട ആളുടെ പേര് രാജ് അമീറ, അല്ലെങ്കിൽ രാജ് സിംഗ് എന്ന പേരുള്ള രാജ് അമീറ എന്ന് പറഞ്ഞ ആളെ അവിടുത്തെ രാജസ്ഥാനിലെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ വലിയ വാർത്തയായി. അപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പറഞ്ഞു, കണ്ടില്ലേ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിരിക്കുന്നു, കർണി സേന കൊല്ലുമെന്നെ. അപ്പോൾ വാർത്തയിൽ പുള്ളിക്ക് വരണം. ഇപ്പോൾ അന്വേഷിച്ച് വരുമ്പോൾ ഇയാൾ കോൺഗ്രസ്സുകാരനായിരിക്കും മിക്കവാറും. കാരണം കർണി സേനയുടെ ദേശീയ അധ്യക്ഷനായ മഹിപാൽ സിംഗ് മക്രാന വന്നിട്ട് പറഞ്ഞു, രാഹുൽ ഗാന്ധിയോ കൊല്ലാനോ ഞങ്ങൾക്ക് ഈ കക്കുസ് കൊടുക്കുന്ന പണിയൊന്നുമില്ല. ഇയാൾ ആര് ഞങ്ങൾ കൊല്ലാൻ? ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാനാണ് ഇതിൻ്റെ ദേശീയ പ്രസിഡന്റ്, കർണി സേനയുടെ നാഷണൽ പ്രസിഡന്റ്. രാഹുൽ ഗാന്ധി ആരാണ് ഇയാൾ എന്ന് പറഞ്ഞിട്ട് അങ്ങ് തള്ളി. അപ്പോൾ പിന്നെ ആരാണ് രാജ് അമീറ? അപ്പം ഈ കഴിഞ്ഞ ദിവസം കർഷക സമരം എന്നും പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ട്, കർഷകരെല്ലാം രാഹുൽ ഗാന്ധിയോട് സംസാരിക്കുന്നു. അപ്പോൾ ആളുകൾ മിടുക്കന്മാർ കണ്ടുപിടിച്ചു അത് ആരൊക്കെയാണെന്ന്. കോൺഗ്രസ് പാർട്ടിയുടെ ഓരോ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ കർഷകരുടെ വേഷം ധരിച്ച് പുള്ളിയെ കാണാൻ വന്ന് നിൽക്കുക. എന്നിട്ട് കർഷകർ രാഹുൽ ഗാന്ധിയെ കണ്ടിരിക്കുന്നു. എന്തൊരു ദുരന്തമാണ്! ഈ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവാണ് എന്ന് പറഞ്ഞ പോലെ രാജ് അമീറ ഞങ്ങൾ കർണി സേനയുടെ ആരുമല്ലെന്ന് മഹിപാൽ സിംഗ് മക്രാന പറഞ്ഞതുകൂടി അത് പൊളിഞ്ഞു. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ എപ്പോഴും അറ്റൻഷൻ വേണം. കാരണം നരവനയുടെ പുസ്തകത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ചൈന ഇന്ത്യയുടെ ഭൂമി പിടിച്ചെടുത്തിരിക്കുന്നു, നരവനയുടെ പുസ്തകത്തിലുണ്ട്. ചൈന വന്നപ്പോൾ മോദിയൊന്നും പറഞ്ഞില്ല, ഇഷ്ടം പോലെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു. ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ആ പുസ്തകത്തിനകത്ത് ഒന്നുമില്ല, കവർച്ചിട്ട് പുറംചട്ട മാത്രമേ ഉണ്ടായിരുന്നു, അകത്ത് ബ്ലാങ്ക് പേപ്പറാണ്. അവസാനം നരവനെ വന്നിട്ട് പറഞ്ഞു, അയാളും പ്രാന്താണ്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, എൻ്റെ പുസ്തകം ഇറങ്ങിയിട്ടുമില്ല,
ചൈന ഇന്ത്യയുടെ 1 ഇഞ്ച് സ്ഥലം പോലും എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ചൈനക്കാർ പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധി പറയുന്ന മുഴുവൻ കള്ളമാണെന്ന് ജനറൽ നരവനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ ഈ സ്റ്റേറ്റ്മെൻറ്റ് വന്ന ഉടനെ മാധ്യമപ്രവർത്തകർ രാഹുൽ ഗാന്ധിയെ കാണാൻ പോയി. സാർ ഒന്ന് പറയൂ സാർ, നരവനെ ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇയാൾ ഓടി വണ്ടിയെ കയറിയിട്ട് പിന്നെ പറഞ്ഞു, ഞാനവിടെ നിൽക്കുമ്പോൾ എന്നെ വളഞ്ഞത് മുഴുവൻ BJP-ക്കാരാണ്. മാധ്യമപ്രവർത്തകരെ അവർ സ്വന്തം മൈക്കുമായിട്ട് ID ഒക്കെ ഉള്ള മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഇയാൾക്കൊന്നും പറയാനുണ്ടായിരുന്നു. ഇന്നിപ്പോൾ 4 ദിവസം കഴിഞ്ഞു. നരവനയുടെ പേരിൽ ഇത്രയും കോലാഹലമുണ്ടാക്കി 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഇങ്ങനെയുണ്ട്, അത് കാരവൻ മാസിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ച ഇയാൾ ഇന്നലെ കഴിഞ്ഞ് നമ്മുടെ S. രാധാകൃഷ്ണൻ സാർ പറഞ്ഞ ആ പുമാൻ ഇന്ന് വരെ നർവനെ പറഞ്ഞതിനെക്കുറിച്ച് ഒരക്ഷരം വേണ്ടിയിട്ടില്ല. പറയണ്ടേ, ഇയാൾ നർവനെ ഇങ്ങനെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പാർലമെൻറ്റിൽ ബഹളം ഉണ്ടാക്കിയത്. എത്ര ദിവസം? എൻ്റെ പ്രജിത, 1 മിനിറ്റ് പാർലമെൻറ്റ് സ്തംഭിച്ചാൽ നഷ്ടം എത്രയാണെന്നറിയോ? ഒരു പാർലമെൻറ്റ് നടത്തിക്കൊണ്ടുപോകാൻ 1 മിനിറ്റിൻ്റെ ചിലവ് 2.5 ലക്ഷം രൂപയാണ്. 1 മിനിറ്റിന്. അതാണ് ഈ അലങ്കോലാക്കുന്നത്. പാർലമെൻറ്റിൽ ബജറ്റ് നടന്നു, നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചു. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ പ്രതിപക്ഷ നേതാവായ ഈ ആഭാസൻ ഒരക്ഷരം ബജറ്റിലെ ഏതെങ്കിലും പരിപാടിയെക്കുറിച്ച്, ബജറ്റിലെ അലോക്കേഷനെക്കുറിച്ച്, ഏതെങ്കിലും പദ്ധതിയെക്കുറിച്ച്, എവിടെയെങ്കിലും പദ്ധതി വിഹിതം കുറഞ്ഞതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ബജറ്റ് പ്രസംഗം വരുമ്പോൾ ബജറ്റ് പ്രസംഗം നടത്തണം. പാർലമെൻറ്റിലെ റൂൾ അനുസരിച്ച് എങ്ങനെയാണെന്നറിയാമോ? ഇപ്പോൾ അതിനാണ് ഇയാളെ പുറത്താക്കാൻ നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. പാർലമെൻറ്റിലെ റൂൾ അനുസരിച്ച് നമ്മളൊരാൾക്കെതിരെ ഒരു കാര്യം പറഞ്ഞാൽ ബന്ധപ്പെട്ട മന്ത്രി അതിനും പറയുന്ന മറുപടി കേൾക്കാനിരിക്കണം. ഇയാൾ വരും, 1/2 മണിക്കൂറും 1 മണിക്കൂറും വൈകി വരും, എന്നിട്ടൊരു പ്രസംഗം നടക്കും. ഈ വയറിളകിയ എരുമ പോത്ത് പഴുനീള കളയുന്ന പോലെ ഒരു പ്രസംഗം നടത്തി ഇയാളുടെ പാട്ടിന് പോകും. പക്ഷെ അത് സഭാചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. കാരണം മറുപടി കേൾക്കണം പ്രതിപക്ഷ നേതാവ്, അല്ലെങ്കിൽ പറയുന്ന ആൾ. അതില്ല. പിന്നെ സഭയിലില്ലാത്ത ഒരാളെക്കുറിച്ച് ഒരാക്ഷേപം ഉന്നയിക്കാൻ പാടില്ല. ഇനി ഏതെങ്കിലും ഒരാൾക്കെതിരെ എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ചൊക്കെ ആക്ഷേപം ഉന്നയിക്കുന്നു. അങ്ങനെ ആക്ഷേപം ഉന്നയിക്കാൻ പോകുമ്പോൾ ഇതിന് ആക്ഷേപം ഉന്നയിക്കാൻ പോവുകയാണെന്ന് നേരത്തെ നോട്ടീസ് കൊടുക്കണം. ഇതൊന്നും ഇയാൾക്ക് ബാധകമല്ല. ഇയാൾ വരും, എന്തൊക്കെയോ പറയും, വെർബൽ ഡയറിയ, കൊണ്ടുള്ള വയറിളക്കം നടത്തിയിട്ട് ഇയാൾ തിരിച്ചു പോകും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇയാൾക്ക് വല്ലാത്ത പരുങ്ങലിലാണ്. അപ്പോൾ നിഷികാന്ത് ദൂബെ കൊടുത്തിരിക്കുന്ന ഈ നോട്ടീസ് നടപടിക്കെടുത്ത് അതിന് കമ്മിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ പാർലമെൻറ്റിൽ ഭൂരിപക്ഷമുണ്ട്. ഭരണപക്ഷത്തിന് മെമ്പർ സ്ഥാനം പോവും. പിന്നീട് ജീവിതകാലത്തൊരിക്കലും മത്സരിക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാവും. പക്ഷേ അങ്ങനെയൊന്നും പാസ്സാക്കരുതെന്ന് ഉറപ്പായിട്ടും മോദി പറയും. ഇയാളെ വേണമല്ലോ. പിന്നെ ഇടയ്ക്കൊരു എൻ്റർടൈൻമെൻറ്റൊക്കെ വേണ്ടേ? ബോവനും മോളിയും വരുന്ന പോലെ പപ്പുവും പിങ്കിയും കൂടെ വന്നിട്ട് ഓരോ നാടകങ്ങൾ നടത്തും. വഴിയെ പോകുന്നതിനെ കയറി പിടിക്കും. നീ ചതിയനാടാ എന്നൊക്കെ പറയും. കഴിഞ്ഞ ദിവസം ഒരു മന്ത്രി പോയി പറയും, നീ ചതിയനാടാ എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു സിഖുകാരെ മുഴുവൻ ആക്ഷേപിച്ചു, സിഖുകാർ പോകണം, സിഖുകാരനായ മന്ത്രിയായിരുന്നു. ഇങ്ങനെ എന്തും ഏതും പറയാവുന്ന ഒരു പിഞ്ഞാണിക്കടയിൽ കയറിയ കള്ളു കുടിച്ച കാളക്കുറ്റനെ പോലെ നടക്കുകയാണ് ഈ മനുഷ്യൻ. അപ്പോൾ ഇയാൾ ഇപ്പോൾ അറ്റൻഷൻ വേണം. അപ്പോൾ വാർത്തയൊക്കെ ഒന്ന് തിരിച്ചു വിടണം. അതുകൊണ്ട് പുള്ളി പറഞ്ഞു, എനിക്ക് എൻ്റെയും 25 MP-മാരെ കൊല്ലും, പേടിയാണ്. ചുറ്റും പട്ടാളക്കാർ CRPF ഒക്കെ ഉണ്ടേ. അതിനിടയ്ക്ക് ഇവർ CRPF പരാതി പറഞ്ഞിരിക്കുന്നു. ഇയാൾ ഞങ്ങളെ അറിയിക്കാതെ 127 തവണ എങ്ങാണ്ടാണ് പോയത്, ഞങ്ങൾ പറയുന്നത് കേൾക്കാതെ. പുള്ളിക്ക് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അതിന് പട്ടായ പോകണം, ബാങ്കോക്കിൽ പോകണം, പിന്നെ ഭാര്യയെ കാണണം മലേഷ്യയിൽ പോകണം. മലേഷ്യയിൽ ദ്വീപിൻ്റെ ലങ്കാവി ഐലൻഡിൽ പോകണം. അവിടെ ചെന്നിട്ട് സ്കൂട്ടർ ഓടിച്ച് നടക്കും. ആ പോണ വഴിക്ക് ഇയാളെ വല്ല പട്ടിയും കടിച്ചാൽ മോദി പറഞ്ഞു വിട്ടാന്ന് പറയും. ഇയാളൊരു സുരക്ഷയും പാലിക്കാതെ പോകുന്നു. അതുകൊണ്ട് ഇയാൾ വലിയ തലവേദനയാണ്. ഇയാൾ ബ്ലൂ ബുക്ക് പ്രകാരമുള്ള ഞങ്ങളെ അറിയിക്കാതെ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും നിപ്പി പൊക്കളയും. പിന്നെ ഓരോ പെണ്ണുങ്ങളുടെ തോളത്ത് കൈയിടുന്ന പടം വരും. ഇതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. CRPF പരാതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇയാൾക്ക് മതിയായ സുരക്ഷയുണ്ട്. ഇയാൾക്ക് സംബന്ധിച്ച് ഇവരുടെ ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ആയിരുന്നു SPG സുരക്ഷ. SPG ഇപ്പോൾ ഇല്ല. SPG ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാർക്ക് മാത്രമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സുരക്ഷയൊന്നും പറയാം, കുറച്ചുകൂടെയൊക്കെ ആളുകൾ ഇപ്പം ആൾക്ക് തോന്നണമെന്നേ വഴിയിലിറങ്ങി നടന്നാൽ കൈപ്പാങ്ങിന് കിട്ടിയ ആളുകൾ മുട്ടുകാല് കയറ്റുമെന്ന് മനസ്സിലായിട്ടുണ്ട്. കാരണം ഓരോ ദിവസവും മനുഷ്യനെ വെറുപ്പിക്കാവുന്നതിൻ്റെ പരമാവധി വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്നുള്ള പ്രതിപക്ഷ നേതാവ്. അവിടെ പാർലമെൻറ്റിൽ കാണിക്കുന്ന ബഹളങ്ങളൊക്കെയാണ് ജനാധിപത്യത്തിൻ്റെ ഉദാത്ത മാതൃകയെന്ന് കരുതി വശായിരിക്കുന്ന കുറേ ആളുകൾ കേരളത്തിലുണ്ട്. അവർ മുക്കാൽ മീഡിയ എന്നൊക്കെ പറയുന്ന ചാനലിലൂടെയൊക്കെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞാണ് മുക്കാൽ മീഡിയ. ആ ചാനൽ പുള്ളി ചോദിച്ചു, എന്താ? അപ്പോൾ ആരോ ചോദിച്ചു, നിങ്ങൾ മുക്കാൽ മീഡിയ എന്ന് പറയാമോ, അത് വർഗീയമല്ലേ? ശ്രീജിത്ത് ചോദിച്ചു, ശരി, എന്ത് വർഗീയത? എന്താണ് മുക്കാൽ മീഡിയ എന്ന് പറഞ്ഞ വർഗീയത? അത് വാർത്ത മുഴുവനായിട്ട് പറയത്തില്ല, ഭാഗികമായിട്ട് പറയുള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ്? ചോദിച്ച ആൾ പെട്ടുപോയി.
ശ്രീജിത്തിൻ്റെ ഒരു മറുപടിയായിരുന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടു. ശ്രീജിത്ത്, ഞാൻ മുക്കാൽ മീഡിയ എന്ന് പറയുന്നത് മുഴുവൻ വാർത്ത അവർ പറയത്തില്ല, അതുകൊണ്ട് മുക്കാൽ ഭാവം, അതുകൊണ്ട് ഞാൻ, പക്ഷേ നിങ്ങളെന്താ ഉദ്ദേശിച്ചത് വർഗീയതയാണെന്നറിയാൻ മറ്റേ ആൾക്ക് പറയാൻ പറ്റുമോ എന്താണ് ഉദ്ദേശിച്ചത്? ഏതായാലും ഈ പറഞ്ഞതുപോലെ ആണ് സംഭവങ്ങൾ. അപ്പോൾ ഈ കർണിസേന എന്ന് പറഞ്ഞ് ചോദിച്ചത് പറയാം. കർണിസേന എന്ന് പറഞ്ഞ രാജസ്ഥാനിലെ രജപുത്രരുടെ ഒരു സേനയാണ്, രജപുത്രരുടെ ഒരു സംഘടനയാണ്. അവർ രജപുത്രരുടെ ഒരു ക്ഷാത്രവീര്യം, അവരുടെ ആത്മാഭിമാനം, അവരുടെ അന്തസ്സിനെ കോട്ടം വരുത്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ അവർ പ്രതികരിക്കും. ഇപ്പോൾ അടുത്ത അവർ വലിയ പ്രസിദ്ധമായ മറ്റേ പത്മാവത് എന്നുള്ള സിനിമയുണ്ട്. പത്മാവത് സിനിമയ്ക്കകത്ത് റാണി പത്മിനി നീയെ മോശമായിട്ട് ചിത്രീകരിച്ചത് വലിയ സമരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജോധ അക്ബർ എന്ന് പറയുന്ന ഇയാളുടെ ഋത്തിക് റോഷൻ്റെ സിനിമയ്ക്കെതിരെ അങ്ങനെ ഒരു ഗ്രൂപ്പാണ്, ഇത്തിരി വയലൻ്റാണ്, മിലിറ്റൻറ്റ് ഗ്രൂപ്പാണ്. പക്ഷേ അവരും 2-3 ഗ്രൂപ്പുണ്ട്. ഇപ്പോൾ രജ്പുത്ത് ഉണ്ട്, രാജസ്ഥാൻ കർണിസേനയുണ്ട്, ശ്രീ രാഷ്ട്രീയ രജ്പുത്ത് കർണിസേനയുണ്ട്. പിന്നെയുള്ള കർണിസേനയുടെ ഒരു നേതാവിനെ 2023 സുഖദേവ് സിംഗ് ഗോഗോ മേഡിയെ വെടിവെച്ച് കൊന്നിരുന്നു. അതിനുശേഷം വലിയ പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാജസ്ഥാനിലൊരു പ്രബലമായ ഗ്രൂപ്പാണ്, മിലിറ്റൻറ്റ് ഗ്രൂപ്പാണ് എന്ന് പറയാം. അവരുടെ സമുദായത്തിൻ്റെ, ക്ഷത്രിയ സമുദായത്തിൻ്റെ, രജപുത്രരുടെ ഒരു ക്ഷാത്രവീര്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സേനയാണ്. അവർ പറയുന്നത്, അതുകൊണ്ടാണ് അവർ ചോദിച്ചത് ഇയാളെ നമ്മൾ കൊല്ലാൻ നമുക്ക് പറ്റിയ ഇരയൊന്നുമില്ല, ഇഗ്നോർ ചെയ്യേണ്ട ഒരാൾ, ഞങ്ങളുടെ പേരിലൊന്നും പറയും, ഞങ്ങൾക്കൊരു ബന്ധമൊന്നുമില്ല, അതിൽ ഭേദം ഞങ്ങൾ തൂങ്ങിച്ചാവുന്നല്ല, ഇയാളെ തല്ലുന്നതിൽ ഭേദം എന്ന് പറഞ്ഞിട്ട് അവർ അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും രാഹുൽ ഗാന്ധി തന്നെ ഉണ്ടാക്കിയെടുത്ത, കോൺഗ്രസ്സുകാർ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു നാടകമായിരിക്കും എന്ന് പറയപ്പെടുന്നത്. കാരണം അതോടെ അടങ്ങി. ഏതായാലും ഈ രാജ അമീറയെ പോലീസ് പിടിച്ചിട്ടുണ്ട്. 2 ഇടി കിട്ടുമ്പോൾ നമുക്കാരും പറയുമായിരിക്കും. കാരണം എന്തിനാണെന്നറിയോ, എടാ നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ കൊല്ലുമെന്ന് പറയാൻ, അതിനാണ് പോലീസ് അടിക്കുന്നത് രാഹുൽ ഗാന്ധിയെ. കാരണം രാഹുൽ ഗാന്ധിയെക്കുറിച്ച് എന്തിന് വെറുതെ നമ്മുടെ കൈ ചീത്തയാക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെയൊക്കെ പോലീസുകാർ പറഞ്ഞിട്ടുണ്ടാവും. ഏതായാലും രാഹുൽ ഗാന്ധിക്കും 25 എംപിമാർക്കും ഭീഷണി ഉണ്ടെന്നാണ് കേസ് ഇപ്പോൾ അവർ പറയുന്നത്. അറസ്റ്റ് ചെയ്ത ആൾ അല്ലെ വിട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അയാൾ കോൺഗ്രസ്സുകാരനാണ്, അയാളൊന്ന് ബോധ്യപ്പെട്ടാൽ നമ്മളൊരു വീഡിയോടെ ചെയ്യാം. ഏതായാലും രാഹുൽ ഗാന്ധിക്ക് പക്ഷേ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊന്നും വലിയ വാർത്തയാക്കിയില്ല കേട്ടോ. അവർക്ക് മനസ്സിലായി ഇത് പൊളിഞ്ഞു പോയ നാടകമാണെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ മനോരമ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിയെ കൊല്ലാൻ കർണിസേന വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുക്കേണ്ടായിരുന്നു. പക്ഷേ സംഗതി ചുറ്റിപ്പോയി, അതുകൊണ്ട് വാർത്തയല്ല. ചുറ്റിപ്പോയാൽ അതുകൊണ്ട് അവർ പറയാത്ത വാർത്തയെന്ന് നമ്മൾ പറയണമല്ലോ. കാരണം എന്തു വൃത്തികെട്ട നാടകവും കളിക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരു കുടുംബത്തിലെ അംഗമാണ് ഈ നാടകം നടത്തി. അതും പൊളിഞ്ഞു. തൊട്ടതെല്ലാം പൊളിയുകയാണല്ലോ എൻ്റെ പ്രജിതായി മനുഷ്യൻ.